എല്ലാവർക്കും വെബ്ഫ്ലോ ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഒരു പ്രീലോഡിംഗ് ആനിമേഷൻ എങ്ങനെയാണ് വെബ്ഫ്ലോയിൽ നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ്. സോ വെബ്സൈറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തു, അതിൻ്റെ ഒരു പ്രിവ്യൂ ഒക്കെ നമ്മൾ നോക്കി, ആ ഒരു ലോഡിംഗ് ആനിമേഷനൊക്കെ നമ്മളവിടെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഓരോ ടെക്സ്റ്റും അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ അതിന് തൽക്കാലം നമ്മൾ ഈ പ്രീലോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റിനെ ഞാനിവിടെ കളയുവാണ്. നമുക്ക് തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ തൽക്കാലം ആ ഒരു ഇൻട്രാക്ഷൻ അവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതുക. കാരണം കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ആനിമേഷൻസ് എങ്ങനെ അപ്പിയറിങ് ഒക്കെ വരെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സെക്ഷൻ എടുക്കാം. ഇവിടെ നമുക്ക് വെബ്സൈറ്റ് നമുക്ക് വിസിബിൾ ആവുന്ന ഒരു സമയത്ത് ഇതിങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതിന് പകരം ജസ്റ്റ് ബോട്ടം പോർഷനിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് വരുന്ന ഒരു ഇൻട്രാക്ഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് വേണമെന്ന് കരുതുക. ഓക്കെ, സോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ റൈറ്റർ ക്ലിക്ക് ചെയ്തു, ദെൻ എലമെന്റ് ട്രിഗർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ഇൻറ്റു വ്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതായത് ഈ ഒരു വ്യൂയിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയം, അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു വ്യൂ പോർട്ടിൽ അല്ലെങ്കിൽ ഒരു എബവ് ദ ഫോൾഡ് വരുന്നതായതുകൊണ്ട് ഉറപ്പായിട്ടും അത് ഇനിഷ്യലി തന്നെ കാണിക്കും. സ്ക്രോൾ ഇൻറ്റു വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ സ്ക്രോൾ ഇൻറ്റു വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഒരു എലമെന്റ് നമ്മുടെ വ്യൂവിലേക്ക് വരുന്ന സമയം, ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ആക്ഷൻ വേണം എന്നുള്ളത് കൊടുക്കാം. ഞാനിവിടെ സെലക്ട് ആക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ മുൻപ് ചെയ്തത് സ്റ്റാർട്ട് ആൻ ആനിമേഷൻ കൊടുക്കുമായിരുന്നു, പക്ഷെ അതല്ലാതെ തന്നെ വേറെ കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ വരുന്നത് കാണും. അപ്പോൾ ഞാനിവിടെ സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം സ്ലൈഡ് ഇൻ ആണ് കൊടുക്കുന്നത്. ഫ്രം ലെഫ്റ്റ് എന്നുള്ളതിന് പകരം ഫ്രം ബോട്ടം എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്യുവാണ്. കണ്ടോ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ആനിമേഷൻ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു സെറ്റിംഗ് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന് ചെയ്തു. ഇവിടെ ഓഫ്സെറ്റ് ഡിലേ എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. നെക്സ്റ്റ് ഈ ഒരു ഐറ്റത്തിലും ഇതേപോലെ തന്നെ എലമെന്റ് ട്രിഗർ എടുത്തിട്ട് സ്ക്രോൾ ഇൻറ്റു വ്യൂ എടുത്തിട്ട് സ്ലൈഡ് കൊടുത്തു. ഫ്രം ലെഫ്റ്റ് എന്നുള്ളതിന് പകരം ഫ്രം ബോട്ടം കൊടുത്തിട്ട് ഇവിടെ ഡിലേ എന്ന് പറയുന്നത് ഒരു നേരത്തെ 0 ആയിരുന്നു, ഞാനിവിടെ ഒരു 50 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഈ ബട്ടണും എലമെന്റ് ട്രിഗർ എടുത്തിട്ട് സ്ക്രോൾ ഇൻറ്റു വ്യൂവിൽ സ്ലൈഡ് ഫ്രം ബോട്ടം, നേരത്തെ 50 ആയിരുന്നു, ഞാനിവിടെ 100 കൊടുത്തു. നമുക്ക് ഇതിനൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. കണ്ടോ, ഭയങ്കര ഒരു കണ്ടിന്യൂ ആയിട്ട് വരുന്നൊരു ആനിമേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമ്മുടെ വെബ്സൈറ്റ് വളരെ എളുപ്പത്തിൽ നമ്മൾ ആ ഒരു ആനിമേഷൻ ചെയ്തു അല്ലേ. നമുക്കൊന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം. നമ്മൾ ഇത്രയും ഒരു ആനിമേഷൻ നമ്മളൊരു പ്ലഗിനൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ടാസ്ക് അല്ലെങ്കിൽ വർക്ക് അതിനകത്ത് വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം നമ്മളിവിടെ ഉള്ള സിമ്പിൾ ആയിട്ട് ചെയ്തു. ഞാൻ പബ്ലിഷ് ചെയ്ത വെബ്സൈറ്റ് ഒന്ന് ലോഡ് ചെയ്യുവാണ്. കണ്ടോ, വെബ്സൈറ്റ് ലോഡ് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു ടെക്സ്റ്റ് അപ്പിയറിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡിലേസ് ഞാൻ കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് വന്നതിന് ശേഷം ഒരു ചെറിയൊരു ഡിലേ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഡിലേ കഴിഞ്ഞിട്ടാണ് ഈ ബട്ടൺ വരുന്നത്. ആ ഒരു ഇൻട്രാക്ഷൻ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഓരോ ഗ്രിഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രിഡിനും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്ലൈഡിങ് ആനിമേഷൻ കൊടുക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഫെയ്ഡ് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് എന്നുള്ള ഓപ്ഷൻ ഞാൻ 20% കൊടുക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ടൈം കഴിഞ്ഞ് അപ്പിയർ ചെയ്തിട്ട് ഒരു ചെറിയൊരു ടൈം കഴിഞ്ഞിട്ട് മതി നമ്മളതിനെ കാണേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആനിമേഷൻ അവിടെ ട്രിഗർ ആവേണ്ടത്. ഞാൻ പ്രിവ്യൂ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ അത് വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഓഫ്സെറ്റിനെ ഞാനൊരു 50 എന്നുള്ള റേഞ്ചിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഞാനൊന്ന് പ്രിവ്യൂ ചെയ്യുമ്പോൾ കണ്ടോ, ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വന്നതിന് ശേഷമാണ് നമുക്കത് അവിടെ അപ്പിയർ ആയി വരുന്നത്. ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓഫ്സെറ്റ് 0 ആണെങ്കിൽ എക്സാക്ട്ലി എപ്പോഴാണ് വ്യൂയിലേക്ക് വരുന്നത് ആ ഒരു സമയം അത് ട്രിഗർ ആകും. ഈ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഡിലേ അല്ല, ഒരു കുറച്ചും കൂടി ടൈം കഴിഞ്ഞിട്ടേ നമുക്ക് അവിടെ വരത്തുള്ളൂ. ടൈമല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയിട്ട് മാത്രമേ അത് അവിടെ ട്രിഗർ ആവത്തുള്ളൂ. നമുക്കവിടെ 20 എന്നുള്ള 30 എന്ന് കൊടുക്കാം. ഡിലേ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇത്ര സെക്കൻഡോ കഴിഞ്ഞിട്ട് അതവിടെ കാണാമെന്നുള്ളതാണ്. നമുക്കത് 20 തന്നെ കൊടുക്കാം. ഇതെല്ലാം ഒരു സമയത്ത് തന്നെ വരേണ്ടതാണ്. ഓക്കെ, അപ്പിയറിങ് വരുന്നുണ്ട്. ഈ ഒരു രണ്ടാമത്തെ ഐറ്റത്തിനും അതുപോലെ തന്നെ സ്ക്രോൾ ഇൻറ്റു വ്യൂ കൊടുത്തിട്ട് നമ്മൾ ഫെയ്ഡിന് കൊടുക്കുന്നു. 20 എന്നുള്ള ഒരു കൊടുത്തിട്ട് നമ്മൾ ഡിലേ ഒരു 100 കൊടുക്കുന്നു. രണ്ട് സമയത്ത് വരാനായിട്ട് ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടുള്ളൊരു ഫെയ്ഡ് ആനിമേഷൻ അവിടെ വരുന്നതായിട്ട് കാണും. അപ്പോൾ സാധാരണ ഫെയ്ഡിങ് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഐറ്റത്തിനും നമ്മൾ
ഫെയ്ഡിങ് കൊടുക്കുന്നതിന് പകരം നമുക്ക് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും താഴെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ഫീലിംഗ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയി കാണാനായിട്ട് ഞാനിവിടെ സ്ലൈഡ് ഫ്രം ബോട്ടം കൊടുത്തു. അതിന് 50 മില്ലി സെക്കൻഡിൻ്റെ ഡിലേ കൊടുത്തു. വീണ്ടും അടുത്ത ഒരു സെക്ഷൻ ഫ്രം ബോട്ടം ഞാനൊരു 100 കൊടുത്തു. ഓക്കെ, സോ ഞാൻ അതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണിക്കാം. ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം. കാരണം ഇവിടെ ഒരു ഡിലേയുടെ ആവശ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഡിലേ ഒരു 20 ഇവിടെ ഈ ഒരു ഐറ്റത്തിനും രണ്ടാമത് ഈ ഒരു ഐറ്റത്തിനൊരു 20 ഡിലേയും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. ആ ഒരു സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, പക്ഷേ പ്രിവ്യൂ ആയതുകൊണ്ട് ചെറിയൊരു ജഗ്ലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്തതിന് ശേഷം ആക്ച്വലായിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പ്രിവ്യൂ ചെയ്യുന്നു. സോ ഇത് പ്രിവ്യൂ ചെയ്യുന്നു. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മൗസ് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം സ്ലൈഡ് ചെയ്ത് നോക്കാം. ഒരു ആനിമേഷൻ അവിടെ വരുന്നത് കാണാം. സോ അങ്ങനെ നമുക്ക് ഈ പറയുന്ന എല്ലാ സെക്ഷനും ഈ ഒരു ഇൻട്രാക്ഷൻ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം നമുക്ക് വെബ്ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മളിപ്പം അപ്പിയറിംഗ് പോലെയുള്ള കുറച്ച് ഓപ്ഷൻസ് എല്ലാം പറഞ്ഞു. ഈ ഒരു സെക്ഷനത്തേക്ക് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എന്തെങ്കിലും കൊടുത്തു വെക്കാം. നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ കൊടുക്കാം. ഇവിടെ അതും സ്ക്രോളിംഗ് വ്യൂ കൊടുത്തതിന് ശേഷം സ്ലൈഡിൻ തന്നെ കൊടുക്കാം. ഫ്രം ബോട്ടം ഞാനൊരു 30 ഡിലേ ഓഫ്സെറ്റ് കൊടുത്ത് അതിനെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നു. ഇനി താഴത്തേക്ക് വന്നതിന് ശേഷം ഈ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിനും സ്ക്രോളിംഗ് വ്യൂ കൊടുക്കുന്നു. നമുക്ക് ഗ്രോബിക്ക് കൊടുക്കാം. ഇങ്ങനൊരു ഇൻട്രാക്ഷൻ കൊടുക്കാം. നമുക്കൊരു 30 ഡിലേയും കൊടുക്കാം. ഓക്കെ, സോ അത്രയും നമ്മുടെ വെബ്സൈറ്റിലുള്ള അനിമേഷൻ അവിടെ കൊടുത്തു. നമുക്കൊന്ന് പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ പ്രിവ്യൂ നോക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ എല്ലാം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പബ്ലിഷ് ചെയ്തു, ആനിമേഷൻ വന്നു, സ്ക്രോൾ ഡൗൺ ചെയ്യുന്നു, എല്ലാ അപ്പിയറിംഗ് ഗ്രോബിങ് ആനിമേഷൻ എല്ലാം അവിടെ വരുന്നതായിട്ട് കാണാം. നമ്മൾ ഈ ഇത്രയും ചെറിയൊരു സൈറ്റിന് പോലും വളരെ എളുപ്പത്തിൽ ആ ഇൻട്രാക്ഷൻസ് എല്ലാം ചെയ്തെടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വെബ്ഫ്ലോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ആനിമേഷൻ മുതൽ കുറച്ചും കൂടി ചിലപ്പോൾ നമുക്കത് CSS ഒക്കെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു ഹെവി ടാസ്ക് ആയിട്ട് തോന്നിയേക്കാവുന്ന ഇൻട്രാക്ഷൻസ് വരെ നമുക്ക് ഈ ഒരു വെബ്ഫ്ലോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻ്റ്ലി നമുക്കതിനെ പബ്ലിഷ് ചെയ്ത് കാണാനും പറ്റും. സോ ഈ ഒരു സീരീസിൽ നമ്മൾ ഇൻട്രാക്ഷൻസ് എന്നുള്ളൊരു പാർട്ടിൽ ഇത്രയും എക്സാമ്പിൾസ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറേയൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതെല്ലാം വരുന്ന സീരീസിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആനിമേഷൻസ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സപ്പോസ് നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ വെബ്ഫ്ലോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണണം, അതിൻ്റെ ഡെമോ വേണമെന്നുണ്ടെങ്കിൽ നല്ല കാണാനൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് കമൻറ്റ് സെക്ഷനിൽ ആ കാര്യമെല്ലാം പറയുക. നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തി ഉറപ്പായിട്ടും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആനിമേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഒരു കമൻ്റാണ് വേണ്ടത്. നിങ്ങളത് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത്തരത്തിൽ നമ്മൾ വീഡിയോസ് കൂടുതൽ ഇൻട്രാക്ഷൻസിൽ ഇടുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോയോട് കൂടി ഇൻട്രാക്ഷൻസിൻ്റെ പാർട്ടിലെല്ലാം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ അടുത്ത പാർട്ടിൽ നമ്മൾ കുറച്ചും കൂടി ഒരു പബ്ലിഷിംഗ് സ്റ്റേജിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയാൻ പോവാണ്. അതായത് ഇപ്പം പബ്ലിഷ് ചെയ്യുന്നതെല്ലാം നമ്മളൊരു വെബ്ഫ്ലോ URL-ലേക്കാണല്ലോ. അതിനെ മറിച്ച് നമുക്ക് ഒരു കസ്റ്റം ഡൊമൈൻ എങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്, അതിനുശേഷം ഒരു കസ്റ്റം ഡൊമൈനിലേക്ക് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയോട് കൂടി പരിചയപ്പെടാം. സോ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.